നമസ്കാരം, ഞാൻ മൃണാൾ. അതിരാവിലെ ഒരു 10-10 ആയിട്ടുണ്ടാവും എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ട് സൈക്ലിങ്ങിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. ടെൻ്റൊക്കെ ഉണ്ട്, അവിടെ ഭക്ഷണമൊക്കെ കിട്ടും. ഭക്ഷണമൊക്കെ കഴിച്ച് സൈക്കിളൊക്കെ ഓടിച്ചിട്ട് പല തരത്തിലുള്ള സൈക്കിളൊക്കെ കൊണ്ട് കുറേ ആൾക്കാരുണ്ടെന്നേ. നല്ല പ്രായമായ ആൾക്കാർ മുതൽ സൈക്കിൾ ഓടിച്ച് പഠിക്കുന്ന ചെറിയ പിള്ളേർ വരെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡോ എറണാകുളത്തെ എം ജി റോഡോ മറ്റോ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് സൈക്ലിങ്ങിന് തുറന്നു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? എനിവേ 10 മിനിറ്റ് നോക്കി നിന്നപ്പോഴേ വിശന്നു. ഭക്ഷണം കഴിക്കാം. ഇന്ന് ഫുള്ള് ഹെൽത്തി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ബീഫില്ലാതെ എങ്ങനെയാ? അതുകൊണ്ട് ഒരു 10-30 ഔൺസുള്ള ഒരു ബീഫ്, 2000 കിലോ കാലറി മാത്രമേ ഉള്ളൂ ഈ ബീഫ്. പിന്നെ കുറച്ച് മാഷ് പൊട്ടേറ്റോ ഉണ്ട്. ഇത് ജ്യൂ ആണെന്ന് വിചാരിക്കുന്നു. ആവണേ ആസ്പരാഗസ്. അതും യൂറോപ്പിലെ ആസ്പരാഗസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ. ഇവിടെ ആസ്പരാഗസിന് പോലും ഒരു നല്ല മരത്തടിയുടെ വണ്ണ. ആദ്യം എങ്ങനെയുണ്ട് മാഷ് പൊട്ടേറ്റോ നോക്കാം. മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മിൽക്കാണ് മുമ്പിൽ വെക്കുന്നത്. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു. ജ്യൂ അല്ല, വല്ലാത്തൊരു കുത്തുള്ളൊരു സോസാണ്. ജ്യൂ അല്ല, ബീഫിൻ്റെ കൂടെ നന്നാവുന്ന പ്രതീക്ഷിക്കാം. ഇത് അളക്കാൻ വേണ്ടിയിട്ട് കല്ലായിൽ നിന്ന് മരപ്പണിക്കാരെ കൊണ്ടുവരേണ്ടി വരും. അതിന് കല്ലായിൽ ഇപ്പോൾ ഇവിടെ മരപ്പണിക്കാർ അളവുകാരൊക്കെ അല്ലേ. നോക്ക്, എൻ്റെ മുഖത്തിൻ്റെ അത്രയുണ്ട് ഈ ആസ്പരാഗസ്. അമേരിക്കയിലെല്ലാം വലുതാ. നല്ല ബട്ടറിൻ്റെ ടേസ്റ്റാണ്. അയ്യോ, കയ്യിൽ ക്യാമറ വെച്ചിട്ട് മുറിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമല്ലേ? ഓ, മുറിയിട്ട മോനെ, മുറിയിട. മീഡിയം റെയർ ആണല്ലോ പറഞ്ഞത്. പിന്നെന്താ നിനക്കൊരു വൈറ്റ് കളറ്, മൈ പിങ്ക് കളർ. ക്വാളിറ്റി ബീഫ്, ബട്ടറിൻ്റെ കൂടെ നല്ലോണം ബട്ടർ നമ്മുടെ നാവിൽ ഇങ്ങനെ ചേരുക. ഇങ്ങനെ ആ ബീഫ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. എൻ്റെ അമ്മ, ആസ്പരാഗസിന് മരമോ എന്ത് പണ്ടാരോ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. കാരണം ബീഫ് ഉണ്ടല്ലോ, അത് പിങ്ക്. ഈ മുറിക്കപ്പെട്ടവനെ ചെറുതായിട്ട് ഈ സോസ് ഒന്ന് ഡിപ്പ് ചെയ്യാം. പ്രോട്ടീനും സ്റ്റാർച്ചും കൂടിയ ഏറ്റവും മനോഹര ഉദാഹരണം എന്ന് പറയാം പൊറോട്ട ബീഫ്. അതിൻ്റെ വേറെ ഗ്രഹത്തിലെ കൈൻഡ് ഓഫ് ഒരു സംഭവമാണിത്. പൊറോട്ട ബീഫും ഭൂമിയിൽ കിട്ടുകയാണെങ്കിൽ ഇത് വേറെ ഏതോ ഗ്രഹത്തിൽ കിട്ടുന്ന പോലെ വിചാരിച്ചാൽ മതി. അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയുള്ളൊരു സാധനമാണല്ലോ. ഇക്കരെ നിൽക്കുമ്പോൾ ഒക്കെ അക്കരെ തന്നെ. ഒരു ചെറിയ പരീക്ഷണമുണ്ട്. ഇത്തിരി സോസ് നേരത്തെ പോലെ ഒരുപാടില്ല. ഇവനാണ് താരം. യു ആർ ദ താരം ഓഫ് ഇന്ത്യ. സോറി, ഫിലിപ്പൈൻ, അമേരിക്ക. ആസ്പെരാഗസ് മരമെന്ന് ഞാൻ പറഞ്ഞില്ല, കണ്ട ശാഖകളൊക്കെ എന്തുവന്നടേ. അല്ല, യൂറോപ്യൻസും വന്ന് കണ്ടു കഴിഞ്ഞാണല്ലോ. അല്ല, യൂറോപ്യൻസിൻ്റെ കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും വെറുതെ ആകാരം മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇവിടെ എങ്ങാനും ഞാൻ വന്നില്ലായിരുന്നെങ്കിലും ലോസ് ആഞ്ചലീസിലെ എൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ്. മുറിഞ്ഞു വേണ പിന്നെ ഇവിടുന്ന് മുറിച്ചെടുക്കാൻ പറ്റ പാട്. അവിടെ കിടന്ന് വെള്ളം വെക്കുന്നത്. ഇത് കഴിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് ഉണ്ട്. ബിസിനസ് ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ്. അവിടെ ഒരു ടീ ബോൺ സ്റ്റേക്ക് ഉണ്ട്. അതിനൊക്കെ കിണറ്റിലല്ല, കിണറ്റിലൊരു കുളം കുഴിച്ച് അതിലൊരു ബോർവെൽ ഉണ്ടാക്കി ആ ചെറിയ ഓട്ടയിൽ കൂടെ താവോട്ടം എടുത്തിട്ട് കൊണ്ടുപോയി പാതാളത്തിലിടണം. ചെയ്ത് കഴിഞ്ഞു. ഒരു രക്ഷയില്ല. അമേരിക്കൻ പോഷൻ്റെ കുഴപ്പം ഇതാണ്.
ഇത് പിന്നെ ഞാൻ കഴിച്ച് തീർക്കുമായിരുന്നു. പക്ഷേ ഇതേതോ ആമസോൺ റെയിൻ ഫോറസ്റ്റിന് വെട്ടിയെടുത്ത മരമാണ്. പിന്നെ റിബായി എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നുള്ള ഒരു ചോദ്യമാണ്. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഒരാളുടെ ഭക്ഷണം ബാക്കിയാണ്. ഇത്രയും പേരുണ്ടായിട്ടും വെള്ളം കുടിക്കുകയല്ലേ പാടമോനെ. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം ഐസും ബാക്കി വെള്ളമാണ്. ഈ ഐസ് മെൽട്ടായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കുടിക്കുന്ന വെള്ളമാണോ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഐസ് ഇടാതെ വെള്ളം കിട്ടുന്ന പ്രശ്നമില്ല. നോ ഐസ് എന്ന് നമ്മൾ പറഞ്ഞ് അവരെ ബോധിപ്പിച്ചാൽ മാത്രമേ അവർ ഐസ് ഇടാതെ വെള്ളം തരൂ. None of this doesn't matter. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ സ്റ്റേക്ക് ഉണ്ടല്ലോ, ഹോളി